Hello students. അപ്പോൾ നമുക്ക് വോളിയം എബൌട്ട് എക്സ് ആക്സിസിൻ്റെ വേറൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ഫോംഡ് ബൈ ദ റെവല്യൂഷൻ എബൌട്ട് ദ മേജർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് വിത്ത് ആക്സസസ് 2a ആൻഡ് 2b. 2a ആൻഡ് 2b ആക്സസ് വരുന്ന എലിപ്സ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ഇക്വേഷനും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ എലിപ്സ്. എബൌട്ട് എക്സ് ആക്സിസ് ആണ് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടത്. ആൻഡ് എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² + a² + b² = 1. അപ്പോൾ വോളിയം എബൌട്ട് എക്സ് ആക്സിസ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ്റഗ്രൽ a to b π × r(x²) dx. അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലംസിലെ പോലെ തന്നെ ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ പ്രത്യേകതയും ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കണം. നമുക്ക് ഈ എലിപ്സിനെ റിവോൾവ് ചെയ്യുമ്പോൾ എബൌട്ട് എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സോളിഡിൻ്റെ വോളിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നോക്കി നോക്കാം. മിനിമം കർവിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നിങ്ങളിങ്ങനെ ഒരു എലിപ്സ് ഇങ്ങനെ ഒരു കമ്പി പോലെ എടുത്തിട്ട് ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ വളച്ച് വെച്ച് എലിപ്സ് ഫോമിലാക്കിയിട്ട് ഇതിനെ റിവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ആ സോളിഡ്, ആ സെയിം സോളിഡ് തന്നെയല്ലേ ഈ എലിപ്സിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യിച്ചാൽ ഉണ്ടാവുന്നത്, ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പകുതി ഭാഗം എടുത്ത് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സോളിഡും ഈ മുഴുവൻ എലിപ്സ് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സോളിഡും രണ്ടും സെയിം ഷേപ്പിലുള്ള സോളിഡ് തന്നെയല്ലേ. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കർവുകൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ഇത് മുഴുവൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും പകുതി റൊട്ടേറ്റ് ചെയ്യുമ്പോഴും സെയിം ഷേപ്പാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മിനിമം കർവ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യിച്ചാൽ മതിയാവും. അതായത് ഈ എലിപ്സിൻ്റെ പകുതി എടുത്ത് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ആലോചിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ മിനിമം കർവിനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന സോളിഡിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. മുഴുവൻ കർവ് വേണം എന്നില്ല, മിനിമം കർവ് പകുതി മതിയെങ്കിൽ, പകുതി എടുക്കുമ്പോൾ സെയിം ഷേപ്പ് തന്നെയാണ് ഉണ്ടാവണമെങ്കിൽ ഈ പകുതിയെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതായിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എക്സിൻ്റെ വാരിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആലോചിക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ. മുഴുവൻ എടുക്കുമ്പോൾ ആ എക്സിൻ്റെ വാരിയേഷനേക്കാളും പകുതി എടുക്കുകയാണെങ്കിൽ ആ എക്സിൻ്റെ വാരിയേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. മുഴുവൻ എടുക്കുമ്പോൾ നമുക്കത് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആയിട്ടത് കെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പകുതി കർവ് എടുക്കുന്നുള്ളൂ എങ്കിൽ എക്സിൻ്റെ വാരിയേഷൻ -a മുതൽ +a വരെയാണ് എന്നുള്ളത് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മുഴുവൻ കർവ് ഉണ്ട് എങ്കിൽ സെയിം ഷേപ്പാണ് ഉണ്ടാവണമെങ്കിൽ പകുതി എടുക്കുമ്പോഴും അതേ ഷേപ്പ് തന്നെയാണ് ഉണ്ടാവണമെങ്കിൽ ആ പകുതി എടുത്തിട്ട് ആലോചിച്ചാൽ മതി. അതാണ് ഈ പ്രോബ്ലത്തിലൊരു പ്രത്യേകത, ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിൻസ് a greater than b, the major axis is the x-axis, hence the given solid is obtained by the revolution about the x-axis. The area enclosed by the portion of the ellipse in the first and second quadrant and the x-axis. ആ ഷെയ്ഡഡ് റീജിയൻ മാത്രം എടുത്താൽ മതിയാവും എന്നുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഷെയ്ഡ് ചെയ്ത് കാണിച്ചാലും മതിയാവും. അത് കംപ്ലീറ്റ് നോട്ടിലേക്ക് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അടുത്ത പാരഗ്രാഫ് എന്തായാലും എഴുതണം, അടുത്ത പാരഗ്രാഫ്. അപ്പോൾ ഇത്രയും എടുത്താൽ മതിയാവും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ വാരിയേഷൻ, എക്സിൻ്റെ വാരിയേഷൻ വരുന്നത് -a മുതൽ +a വരെയാണെന്നുള്ളതും ക്ലിയർ ആണ്. പിന്നെ ഒരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവുന്നത് നോക്കിയേ. ഈ എലിപ്സ് ഇനി എത്രത്തോളം മിനിമൈസ് ചെയ്യാമോ അത്രത്തോളം മിനിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. കുറേ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കുറച്ച് ഭാഗം ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടിയൊക്കെ ആണ് എങ്കിൽ 2 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എലിപ്സ് എന്ന് പറയുന്നത് എബൌട്ട് വൈ ആക്സിസിന് സിമ്മട്രിക് ആണ്, എബൌട്ട് എക്സ് ആക്സിസിനും സിമ്മട്രിക് ആണ്. അപ്പോൾ ഈ 4 പോർഷൻസും സെയിം ആണ്. അപ്പോൾ ഈ 4 പോർഷൻസും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ മാത്രം പോർഷൻ എടുക്കുക, അതായത് ഈ ഒരു കർവ് മാത്രം എടുക്കുക, എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സോളിഡ് എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ളതിൻ്റെ പകുതിയായിരിക്കും, മൊത്തത്തിലുള്ളതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പോൾ മൊത്തത്തിലുള്ളതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതിയാവും? ഏറ്റവും മിനിമം രീതിയിൽ ആലോചിക്കുകയാണ് എങ്കിൽ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള മാത്രം കർവ് എടുത്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം കണ്ടുപിടിക്കുക. ആ വോളിയത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും? മൊത്തത്തിലുള്ള വോളിയം കിട്ടും. ശരിയല്ലേ?
നമ്മൾ ആദ്യം പറഞ്ഞു എക്സിൻ്റെ വാരിയേഷൻ നോക്കാനായിട്ട് മൊത്തം എലിപ്സ് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന കാര്യം ആലോചിക്കേണ്ട. എക്സിൻ്റെ വാരിയേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പകുതി റൊട്ടേറ്റ് ചെയ്യിച്ചാലും സെയിം ഷേപ്പ് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് പകുതി റൊട്ടേറ്റ് ചെയ്യിക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി എന്ന് ആദ്യം പറഞ്ഞു. ഇനി കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഈ കർവ്, ഈ ഒരു എലിപ്സ് എന്ന് പറയുന്ന ഈ കർവ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആൻഡ് സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന മാത്രം പോർഷൻ എടുത്ത് റൊട്ടേറ്റ് ചെയ്യിച്ചിട്ടുണ്ട് എങ്കിൽ കിട്ടുന്ന സോളിഡിൻ്റെ വോള്യം എന്ന് പറയുന്നത് ഇപ്പുറത്ത് കിട്ടുന്നതിനേക്കാളും പകുതിയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള കർവ് മാത്രം എടുത്ത് റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന വോള്യം ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ റിക്വയർഡ് വോള്യം കിട്ടും. ഓക്കെ, ശരിയല്ലേ? അപ്പം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ കർവ് എബൌട്ട് എക്സ് ആക്സിസ് ഈ 4 പീസും ഒരുപോലെ ആയതുകൊണ്ട് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. സിൻസ് ദ എലിപ്സ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദി ആക്സസസ് ദ റിക്വയർഡ് വോള്യം ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ വോള്യം ഒബ്റ്റൈൻഡ് ബൈ റിവോൾവിംഗ് ദ പാർട്ട് ഓഫ് ദ എലിപ്സ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് അബൌട്ട് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള കർവ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സിൻ്റെ വാരിയേഷൻ എവിടെ മുതൽ എവിടെ വരിക? എക്സിൻ്റെ വാരിയേഷൻ ഇവിടെ 0 മുതൽ a വരെയാണ് അല്ലേ? അപ്പോൾ 0 മുതൽ a വരെയാണ് എക്സിൻ്റെ വാരിയേഷൻ വരിക. ആൻഡ് ദ വോള്യം, റിക്വയർഡ് വോള്യം ഈസ് ട്വൈസ് 2 ഇൻറ്റു ട്വൈസ് എന്നുള്ളതിൻ്റെയാണ് 2 ഇൻറ്റു എന്നുള്ളത് വന്നത്. ഇൻ്റഗ്രൽ 0 to a, വാരിയേഷൻ ഇൻ്റഗ്രൽ 0 to a ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള കർവ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പൈ ഇൻറ്റു r ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. ശരിയല്ലേ? ഇനി ദാറ്റ് ഈസ് 2 ഇൻറ്റു പൈ ഇൻറ്റു ഇനി ഇൻ്റഗ്രൽ 0 to a r ഓഫ് എക്സ് സ്ക്വയർ. റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, റേഡിയസ് എന്ന് പറയുന്നത് എന്താ എപ്പോഴും 2 ഡയമെൻഷനിലാണ് എങ്കിൽ 3Dയിലാണെങ്കിൽ നമ്മൾ അതിനെ ആദ്യം 2 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്തത് ഓർമ്മയില്ലേ? ഇപ്പോൾ ഇവിടെ ഇത് 2 ഡയമെൻഷനിലായതുകൊണ്ട് വൈയുടെ വാല്യൂ എന്താണോ അതാണ് റേഡിയസ് ആയിട്ട് വരിക. നമുക്ക് റേഡിയസിൻ്റെ സ്ക്വയർ ആണ് വേണ്ടത്, അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് മതി? വൈ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ആദ്യം വൈ സ്ക്വയർ കണ്ടുപിടിക്കുക. വൈ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിവിടെ ഇവർ ഡയറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അത് സെപ്പറേറ്റ് ഈ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് വേണം ഇവിടത്തേക്ക് ഈ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ടേം അവിടെ നിർത്തിയിട്ട് ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. പിന്നെ അതിൻ്റെ എൽ സി എടുക്കുക. എൽ സി എടുത്താൽ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് വരും. പിന്നെ വൈ സ്ക്വയർ അവിടെ നിർത്തിയിട്ട് ബി സ്ക്വയറിന് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ബി സ്ക്വയറിന് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അത് നിങ്ങളിവിടെ സൈഡിൽ ചെയ്തിടുക കേട്ടോ. അപ്പോൾ ആ വാല്യൂ ആണ് ഇവിടെ, വൈ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അതിനെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസറായി. അപ്പോൾ 2 പൈ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ അത്രയും കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്ത് നിർത്തി. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എ സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to a. അപ്പോൾ ലിമിറ്റൊക്കെ കൊടുത്ത് കാൽക്കുലേഷനൊക്കെ ഇത് നിങ്ങൾ ചെയ്യുക. ഈ ഉത്തരം ഡയറക്റ്റ് എഴുതുന്നതിന് പകരം ഇവിടെയുള്ള കാൽക്കുലേഷൻസൊക്കെ നിങ്ങൾ ചെയ്യുക. വൃത്തിയായിട്ട് ആ കാൽക്കുലേഷൻസൊക്കെ ചെയ്ത് വരുമ്പോൾ വെട്ടിച്ചെറുതാക്കിയൊക്കെ വരുമ്പോൾ നമുക്ക് 4/3 പൈ എ ബി സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ മൊത്തത്തിലുള്ള കർവിനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെന്നില്ല. ആ സെയിം ഷേപ്പ് തന്നെയാണ് അതിൻ്റെ പകുതി റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ കിട്ടണമെങ്കിൽ അത്രയും എടുത്താൽ മതിയാവും. ഇനി സിമെട്രി ഉണ്ട് എങ്കിൽ, ഒരേപോലത്തെ ഷേപ്പാണ് 4 ക്വാഡ്രൻറ്റിലും എങ്കിൽ ആ മിനിമം ഭാഗം എത്രയാണോ വേണ്ടത് അതെടുത്ത് റൊട്ടേറ്റ് ചെയ്യിക്കുക. അതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 4 മടങ്ങോ ഒക്കെ ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രോബ്ലം ചെയ്താൽ മതിയാവും. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ വോള്യം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റിവോൾവിംഗ് ദ പാർട്ട് ഓഫ് ദ കർവ് വൈ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 2 അബൌട്ട് ദി എക്സ് ആക്സിസ്. ഓക്കെ, ഇവിടെ കർവ് തന്നിട്ടുണ്ട്, അതുപോലെ വാരിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതിയാവും, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ ഗ്രാഫ് ഇല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നോക്കി നമുക്ക് എന്തായാലും വൈ സ്ക്വയർ എന്താണെന്നുള്ളത് വേണം അല്ലേ? വൈ സ്ക്വയർ എന്താണെന്നുള്ളത് അറിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ വരുന്ന മിസ്റ്റേക്ക് എന്താണ്?
ഇതിൽ വൈ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് എക്സ് സ്ക്വയർ എന്നല്ല, വൈ സ്ക്വയർ ഈക്വൽ ടു ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിവിടെ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. എന്നാലാണ് ഇത് ശരിയാവുള്ളൂ, പിന്നീട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഇത് നിങ്ങളപ്പോൾ തിരുത്തണേ നോട്ടിൽ എഴുതുമ്പോൾ. ഇത് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ, ഈ രണ്ടെണ്ണത്തിലും തിരുത്ത് വരുന്നുണ്ട്. ഇത് എക്സ് സ്ക്വയർ ആണ്, ഇത് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 എന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ എക്സ് സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 3/x സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. പിന്നെ ഇവിടെ വൈ സ്ക്വയറിനെ ഇവിടെ നിർത്തിയിട്ട് എക്സ് സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3/x സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് തിരുത്തണേ, ഇത് എക്സ് സ്ക്വയറും ഇത് വൈ സ്ക്വയറും ആണ്. അപ്പോൾ ശരിയാവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഗ്രാഫ് ഒന്നും ചെയ്യണം നിർബന്ധമില്ല. ഈ പ്രോബ്ലത്തിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വൈ സ്ക്വയറും കിട്ടും, അതിൽ തന്നെ വാരിയേഷനും തന്നിട്ടുണ്ട്. ജസ്റ്റ് അത് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കി കൺഫേം ചെയ്യുക, വെറുതെ ഇത് എഴുതി വെക്കാതെ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ, അടുത്ത പ്രോബ്ലം. 1 arch of the sine curve y equal to sin x revolved round the x-axis. Find the volume of the solid so generated. അപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം എന്താണ്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ വരച്ചോളൂ കേട്ടോ. y ഈക്വൽ ടു സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ ഒന്ന് വരച്ചോളൂ, വരച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 arch ഓഫ് ദ സൈൻ എക്സ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലിമിറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അവരത് വരയ്ക്കാതെ ഇരുന്നത്. നിങ്ങളത് വരച്ചോളൂ, വരച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നോക്കിയേ, an arch of sine curve is the portion between two consecutive contacts of the curve with its base. അതായത് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ ഏതാണോ അതിൻ്റെ ഇടയിലുള്ള കർവാണ് ഒരു ആർച്ച് എന്നുള്ളതുകൊണ്ട്, സൈൻ എക്സിൻ്റെ ഒരു ആർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 0 ആവണത് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. എക്സ് ആക്സിസ് സൈൻ എക്സ് ഈക്വൽ ടു 0 ആവണത് എപ്പോഴാണെന്ന് നോക്കാം. സൈൻ എക്സ് ഈക്വൽ ടു 0 ആവണത് എപ്പോഴാണെന്ന് നമുക്കറിയാം അല്ലേ. എക്സ് ഈക്വൽ ടു n π ആകുമ്പോഴാണ് സൈൻ എക്സ് ഈക്വൽ ടു 0 വരുന്നത്. അപ്പോൾ n ഈക്വൽ ടു 0 ആൻഡ് n ഈക്വൽ ടു 1 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആർച്ച് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0യും കിട്ടും, n ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0യും കിട്ടും, എക്സ് ഈക്വൽ ടു പൈയും കിട്ടും. അപ്പോൾ എക്സ് ആക്സിസും 0ൻ്റെയും പൈയുടെയും ഇടയ്ക്ക് നമുക്ക് സൈൻ കർവിൻ്റെ ഒരു ആർച്ച് കിട്ടും. അത് വരച്ച് നോക്കിയാലും നിങ്ങൾക്ക് സൈൻ കർവ് വരയ്ക്കാൻ അറിയുന്നതുകൊണ്ട് അതും ക്ലിയർ ആണ്. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കി ചെയ്താൽ അതും ക്ലിയർ ആണ്. എന്തായാലും സൈൻ കർവിൻ്റെ ഒരു ആർച്ച് നമുക്ക് 0ൻ്റെയും പൈയുടെ ഇടയിൽ, പൈയുടെയും 2πയുടെ ഇടയിൽ, 2πയുടെയും 3πയുടെ ഇടയിൽ, അല്ലെങ്കിൽ 0ൻ്റെയും -πയുടെ ഇടയിൽ, -πയുടെയും -2πയുടെ ഇടയിൽ, അങ്ങനെ ആണ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും ഒന്ന് ചെയ്ത് നോക്കി അല്ലെങ്കിൽ വരച്ച് നോക്കി എന്ന് മാത്രം. അപ്പോൾ വാരിയേഷൻ ഒരു ആർച്ചിൻ്റെ നമുക്ക് എപ്പോഴും കംഫർട്ടബിളി 0 to π എന്നുള്ള ലിമിറ്റ് എടുക്കാനാണ്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, നിങ്ങൾക്ക് ഇതിന് പകരം π to 2π വേണമെങ്കിൽ ചെയ്യാം, 0 to -π to 0 ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കംഫർട്ടബിൾ ഇതായതുകൊണ്ട് 0 to π എന്നുള്ളത് എടുത്തു. ഇനി എന്താ വേണ്ടത്, വൈ സ്ക്വയർ വേണം. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, വൈ ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർഡ് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫോർമുലയിൽ കൊടുക്കുക, പൈ ഇൻറ്റു ഇൻ്റഗ്രൽ a to b വൈ സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π സൈൻ സ്ക്വയർഡ് എക്സ് ഡി എക്സ്. അപ്പോൾ പൈ ഇൻറ്റു ഈ സൈൻ സ്ക്വയർഡ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറ്, അതിൻ്റെ ഫോമിലേക്ക് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ. 1 - cos 2x ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ അതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് മാറ്റി എന്നിട്ട് പിന്നെ ജസ്റ്റ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിവൈഡ് ബൈ 2 എന്നുള്ളതിന് ഔട്ട് സൈഡ് എടുക്കാം, π/2 ഇൻറ്റു പിന്നെ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വിത്തിൻ ദ ലിമിറ്റ് 0 to 2π, പിന്നെ cos 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2x/2 വിത്തിൻ ദ ലിമിറ്റ് 0 to π. പിന്നെ ഇവിടെയുള്ള കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കണം, വെറുതെ ഇത് π²/2 എന്ന് എഴുതി വെക്കരുത്. ഈ ലിമിറ്റൊക്കെ കൊടുത്തുള്ള കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് ഈ ഉത്തരം കിട്ടണില്ലേ എന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ നോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെപ്സൊക്കെ എക്സ്ട്രാ സ്റ്റെപ്സൊക്കെ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ.